വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആൾക്കാരുടെ സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് എടുക്കല് എന്ന പേരിലെന്നൊക്കെ വീഡിയോ കൂടെ പറഞ്ഞു തരാം. അതേപോലെ തന്നെ അപ്ഡേറ്റിന്റെ ലീക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കിട്ടി അതും ഈ വീഡിയോ കൂടെ പറഞ്ഞു. അപ്പൊ ഇതാണ് ആൾക്കാരുടെ പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ ഇനിയുണ്ട്. അപ്പൊ അതൊക്കെ ഈ വീഡിയോ കൂടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. കുറെ പവറും കാര്യങ്ങളും ആൾക്കാരായിട്ട് നമ്മൾ ഡെവലപ്പർ കൊടുത്തിട്ട് അപ്പൊ അത് പറഞ്ഞു തരാം. അതേപോലെ തന്നെ നമ്മളെ ഗെയിമിലേക്ക് മോട്ടൽ എന്ന് പറഞ്ഞ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതൊക്കെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണും, ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ നടക്കാൻ സപ്പോർട്ട് തരാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ തന്നെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്ത് അവിടെ നേരെ കോപ്പി ചെയ്ത് ഗെയിമിൽ ആഡ് ചെയ്ത് പേസ്റ്റ് ഫയൽ നേരെ നമുക്ക് നേരെ ബാക്ക് അടിച്ചിന്റെ ആവശ്യമുള്ളൂ. അപ്പം ബാക്ക് അടിച്ചിട്ട് അപ്പൊ നമ്മൾ നേരെ പുതിയ വണ്ടിയിലൊക്കെ എടുത്താൽ നമ്മൾ നേരെ കാണുന്ന മുകളിൽ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ റോട്ടും കൂടെ പോകുള്ളൂ. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് ആൾക്കാരുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കിട്ടിയത് ഷുവർ ആയിട്ട് 100% കൺഫേമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ അവസാനം ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന വരുന്നതൊക്കെ കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത് വരുന്നതായിട്ട് കുറെ ആൾക്കാർ ഇനി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടി കുറെ ആൾക്കാർ നമ്മളെ കമന്റിലൊക്കെ പറയല്ലേ ആൾക്കാരായിട്ട് എന്ന വരുന്നൊക്കെ. അപ്പൊ എന്തായാലും വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാനും പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ട് അപ്പൊ നിങ്ങൾ ഇത് ഗെയിമിൽ എടുത്ത് നോക്കി ഇനി കളിച്ച് നോക്കേണ്ടത് എന്റെ ഗെയിമിൽ ആഡ് ചെയ്ത് നോക്കാം. അടിപൊളി കാര്യങ്ങളൊക്കെയാണ് മോട്ടൽ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ കുറെ വീഡിയോ ലെങ്ത് ഉണ്ടായിട്ട് കുറെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ ഇവിടുന്ന് തന്നെ റൂമിൽ നിന്ന് തുടങ്ങി റൂമിൽ നിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങുക. അപ്പൊ നമ്മൾ റൂമിൽ നേരെ കയറി. അപ്പൊ ഇതൊരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഓഫീസാണ് ഫസ്റ്റ് നമുക്ക് കാണുന്നത്. കണ്ടാൽ തന്നെ അറിയാം ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരത്തെ ബെഡ്റൂം കമ്പനി. അപ്പൊ ഇനി കാണുന്നൊക്കെ ഫുള്ളും ബെഡ്റൂമും കാര്യങ്ങളൊക്കെ തന്നെ ഒരു കട്ടിലും സോഫ അങ്ങനത്തെ വെച്ച് സെറ്റ് ചെയ്തിട്ട് എല്ലാ റൂമിലും ഇതേപോലെ തന്നെ. പക്ഷെ ടീം മാത്രം മാറ്റിയിടുന്നല്ലോ. ഇപ്പൊ ചില സമയത്ത് അവിടെ കട്ടിൽ, ചില റൂമിൽ ഇവിടെ കട്ടിൽ, ടി വി ഒക്കെ മാറുന്ന സ്ഥലത്തുണ്ടാവും. അതേ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും ബെഡ്റൂമും കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ ഗെയിമിൽ എൻജോയ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മുകൾക്ക് കയറാന്ന് വിചാരിച്ചപ്പോൾ ഇത് കാണിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഐറ്റംസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുക, ഡെക്കറേഷൻ ചെയ്ത് അടിപൊളിയാക്കി ടി വി ഒക്കെ ചെരിച്ച് വെച്ചിട്ട്. അപ്പൊ എന്തായാലും ഇതാണ് ലാസ്റ്റത്തെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സ്റ്റെപ്പ് കയറാൻ പോകുക. അപ്പൊ ഈ സ്റ്റെപ്പ് എനിക്കല്ല ഇഷ്ടമായിരുന്നു. മറ്റേതാകുമ്പോൾ ഇങ്ങനെ ചാടി ചാടി കയറേണ്ടത്. ഇപ്പൊ മണ്ടാനൊക്കെ പറ്റും. ഇങ്ങനത്തെ സ്റ്റെപ്പ് നമ്മളെ ഗെയിമിലേക്ക് കുറെ വരുന്നത്. കുറെ ആൾക്കാർ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഒഴിവാക്കലാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പൊ ഇവിടുത്തെ റൂമിൽ നമുക്ക് ഇവിടുത്തെ റൂമൊക്കെ പോയിട്ട് നമുക്ക് നേരെ കാണാം. ഇവിടെ 2 റൂമല്ല, ഒരു റൂം തന്നെ ഉള്ളു. അപ്പൊ കണ്ടാൽ തന്നെ 2 റൂം വെച്ചപ്പോൾ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ താഴത്തെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ഇവിടെ ഒരു ചോപ്പ് ഡെക്കറേഷൻ ചെയ്തിരിക്കണേ. എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് മാറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതാണ് റൂമും കാര്യങ്ങളെ വരുന്നത്. അപ്പൊ അത് കുറെ റൂമും കാര്യങ്ങളും കട്ടിലൊക്കെ മാറ്റുള്ളൂ. ആ റൂമിന്റെ ആകൃതിയൊക്കെ സെയിം. നമുക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എത്രാമത്തെ റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ആയിരിക്കും മാർക്ക് ചെയ്യുക. അപ്പൊ ലാസ്റ്റത്തെ റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ലാസ്റ്റത്തെ റൂം ചെറിയ റൂമാണ്. കാര്യം കുഴപ്പമൊന്നും നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ചെറുതാക്കിയാണ്. റൂമും ചെറുതാണ്. അപ്പൊ ഇതെന്താ ഞാൻ ഡ്രോൺ ഷോട്ട് ഓണൊക്കെയാണ് ഇതിൽ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ആയിരിക്കും മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഗെയിമിൽ എൻജോയ് ചെയ്യേണ്ടതാണ്. ഗെയിമിൽ ആഡ് ചെയ്തിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് നോക്കുക. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ബാക്ക് വാഷ് എങ്ങനെയാണ് വരുന്നത്? ബാക്ക് വാഷും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മുകളിൽ ഇതേപോലെ തന്നെയാണ് അത്ര ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ മാത്രമേ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഗെയിമിൽ ആഡ് ചെയ്ത് കളിച്ചിട്ട് അഭിപ്രായം താഴെ കമന്റ് ചെയ്യായിരിക്കും മാർക്ക് ചെയ്ത്. അതേപോലെ നമ്മുടെ ഗെയിമിലേക്ക് കുറെ ആൾക്കാർ പറയുന്നത് ആൾക്കാരായിട്ട് വരൂല കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വന്നാൽ മാത്രമല്ല വിജയിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അപ്ഡേറ്റിലേക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ ആൾക്കാരായിട്ട് സൂപ്പർ പവറൊക്കെ നമ്മളെ ഡെവലപ്പർ കൺഫേം ആക്കിയിന്. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് ആൾക്കാരായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. സൂപ്പർ പവറും ആഡ് ആക്കിയിട്ട് അപ്പൊ ആൾക്കാരായിട്ടുള്ള ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ട്. അപ്പൊ ഇതാണ് ആൾക്കാരായിട്ടുള്ള ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അപ്പൊ ആൾക്കാരായിട്ടുള്ള സൂപ്പർ പവർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ചാടുമ്പോൾ മാത്രമേ നമ്മളെ ആൾക്കാരായിട്ടുള്ള ഓടൊക്കെ പൊട്ടുന്ന രീതിയിൽ നമുക്ക് ആക്കിയ ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല സൂപ്പർ പവർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് പശുതാൾ സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നമ്മൾ ജമ്പിന്റെ മാത്രം ഓപ്ഷൻ ഓൺ ആക്കിയാൽ മാത്രം നമുക്ക് ഇത് പറ്റുള്ളൂ. അല്ല നമ്മൾ താഴെ ചാടിയാലൊന്നും പറ്റൂല. അതേപോലെ നമ്മളെ കാറിന്റെ മുകൾക്ക് കാറൊക്കെ ഡാമേജ് ആണ് കാരണവരെ. നമ്മൾ കാറിന്റെ മുകൾക്ക് നമുക്ക് കാറിന്റെ ഡോറൊക്കെ തുറന്ന് കുറച്ച് ഡാമേജ് ഒക്കെ എന്നാലും കാറായിട്ട് പോകാനൊക്കെ പറ്റും. പക്ഷെ ഇത് വേറൊരു സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുകളിൽ ചാടുമ്പോൾ തന്നെ പട്ടിനൊക്കെ. അപ്പൊ ഇതിന് ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ കാറ് തൂറ്റിച്ച് കാണിച്ചില്ല. അപ്പൊ അതേപോലെ നമ്മൾ കാർ തൂറ്റിച്ചുമ്പോൾ പൊട്ടണേക്കാരം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കാറൊക്കെ ഡാമേജ് ആവണേക്കാരം, ഡാമേജ് പൊട്ടണേക്കാരം. അപ്പൊ നമ്മളിങ്ങനെ ചാടി കളിച്ചിട്ടുണ്ട്. ചാടിയാൽ തന്നെ നിങ്ങൾക്ക് ചാടിനോട്ട് നമ്മളെ പൊട്ടി തെറിച്ചണേക്കാരം. അപ്പൊ ഇതാണ് ആൾക്കായിട്ടുള്ള സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വന്നാൽ മാത്രം മനസ്സിലാവും വേറെ എന്തെങ്കിലും വരുമെന്ന്. അപ്പൊ നമ്മൾ ചീപ്പ് കോഡൊക്കെ നമ്മൾ ഈ ആൾക്കായിട്ടുള്ള സൂപ്പർ പവർ ഓൺ ആക്കാൻ വേണ്ടി ചിലപ്പോൾ ചീപ്പ് കോഡ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചീപ്പ് കോഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു വണ്ടിയാണ് പൊട്ടിച്ച് കാണിച്ചത്. നമുക്ക് നേരെ പവർ 5 ഞാൻ പൊട്ടിച്ച് കാണിച്ചപ്പോൾ 2 വണ്ടി 5 ചെയ്യുമ്പോൾ ഒരു വണ്ടി മാത്രമേ കത്തുള്ളൂ. അപ്പൊ ഒരു വണ്ടി കത്തിയാണ് തെറിച്ച് പോയിക്കണം, മറ്റേ വണ്ടി അതിന്റെ ഒപ്പം കത്തി തെറിച്ച് പോയിട്ട്. അപ്പൊ അത്ര പവറും കാര്യങ്ങളും നമ്മൾ ആൾക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് ഇങ്ങനെയൊക്കെ ആൾക്ക് കേട്ടർ വരുന്നത് പലപ്പോഴും കാര്യങ്ങളൊക്കെ ഈ സൂപ്പർ പവർ ആഡ് ചെയ്ത്. അപ്പൊ ആൾക്ക് കേട്ടർ നിങ്ങൾക്ക് സൂപ്പർ പവർ ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ആയിരിക്കും മാർക്കുന്നത്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് വന്നാൽ മാത്രമേ കൺഫേം ആക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മളെ ഗെയിമിലേക്ക് ഇത് വരുന്നത് ഷുവർ ആയിട്ടില്ല. പക്ഷെ ചീപ്പ് കോഡ് വരൂല എന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിനെ പഞ്ച് ചെയ്ത് കാണിച്ചിട്ട് പഞ്ച് കൊള്ളുന്നില്ല, ചെറിയ വണ്ടിയൊക്കെ കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ലംബോർഗിനി പഞ്ച് ചെയ്തിട്ട് ലംബോർഗിനിക്ക് കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ വണ്ടി ആയിട്ടാണ് കൊള്ളാത്ത. നമ്മൾ പഞ്ച് ചെയ്തപ്പോൾ തൂറ്റി പോയിക്കുന്നത്. അപ്പൊ നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് അപ്ഡേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ വെയിറ്റ് ചെയ്തിക്കാൻ മാത്രമേ ഉള്ളൂ.